നമസ്കാരം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ഏറ്റവും അധികം കേരളത്തിൽ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിൽ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം അവസാനിച്ചത്. ഈ വലിയ ഒരു പ്രഖ്യാപനമാണ് ബി.ജെ.പി ഈ വാർത്താ സമ്മേളനത്തിൽ നടത്തിയിരിക്കുന്നത്. അതായത് തിരുവനന്തപുരത്തിൻ്റെ വികസനം അത് വളരെയധികം പിന്നിലോട്ടാണ്. ജനങ്ങളുടെ കഷ്ടതകൾ നേരിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചറിഞ്ഞു. താൻ വിചാരിച്ചതിനേക്കും അപ്പുറത്തെ അവഗണനയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം നേരിടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് അത് തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരമല്ല, മറിച്ച് ഒരു നിയോഗമാണ് എന്ന അഭിപ്രായമാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഈ വികസനത്തിൻ്റെ അല്ലെങ്കിൽ വികസനത്തിന് നേരിടുന്ന അവഗണന അത് അവസാനിപ്പിക്കാനായി ബി.ജെ.പി തീരുമാനിച്ചു കഴിഞ്ഞു. അതിനായി തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിനുള്ള ഒരു വിഷൻ ഡോക്യുമെൻ്റ് അത് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ബി.ജെ.പി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വിഷൻ ഡോക്യുമെൻ്റ് നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പാണ് ബി.ജെ.പി നടത്തുന്നത്. അതായത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായ കടലോര മേഖലയിൽ നിന്നും ശ്രീമതി ജയ സുരേഷ്, ഹരിത കർമ്മ സേനാംഗം ജയലക്ഷ്മി, തെരുവ് കച്ചവടക്കാരുടെ പ്രതിനിധിയായ M. കുമാർ, ടെക്നോളജി രംഗത്തു നിന്നുള്ള സലീം, അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളിയായ മുരളി എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു സാധാരണ ജനങ്ങളുടെ ആശയങ്ങൾ ക്രോഡീകരിക്കാനുള്ള ഒരു ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്റ് നിർമ്മിക്കാനായി ഒരു സമിതി രൂപീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ അഭിമാനമായ അല്ലെങ്കിൽ ഇന്ത്യൻ വിദേശകാര്യ രംഗത്ത് സമഗ്രമായ സംഭാവനകൾ നൽകിയിട്ടുള്ള മലയാളിയായ TP ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാകും ഈ വിഷൻ ഡോക്യുമെൻ്റ് എല്ലാം തയ്യാറാവുക. ഈ രീതിയിൽ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി.ജെ.പി അടിസ്ഥാന തലത്തിൽ. അതായത് സ്വന്തം ആശയങ്ങൾ നിരവധിയുണ്ട്. ഒരു MP എന്ന നിലയിൽ താൻ ആ ആശയങ്ങൾ നടപ്പിലാക്കി തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ തിരുവനന്തപുരത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അത് പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. അതിൻ്റെ ഭാഗമായിട്ട് ആ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ പോകുന്നത്. ഒപ്പം എങ്ങനെയായിരിക്കണം തിരുവനന്തപുരം അടുത്ത 5 വർഷം എന്ന വ്യക്തമായ നയരേഖ ജനങ്ങളുടെ മുന്നിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവതരിപ്പിക്കുമെന്നും അതായിരിക്കും താനും തിരുവനന്തപുരത്തെ ജനങ്ങളും തമ്മിലുള്ള കോൺട്രാക്റ്റ് എന്നും രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ 7ഓളം നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തവണ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ സന്ദർശനം നടത്തിക്കഴിഞ്ഞു. ഇനിയൊരിക്കൽ കൂടി തിരുവനന്തപുരം മണ്ഡലത്തിലെത്തും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ഒരു റോഡ് ഷോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നടത്തും എന്ന വാർത്തയും വരുന്നുണ്ട്. തിരുവനന്തപുരത്തെ മത്സരം കൊഴുക്കുകയാണ്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് മുന്നേറുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന് രാജ്യവ്യാപകമായി ലഭിക്കുന്ന പിന്തുണ അതേ തോതിൽ തന്നെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുകയാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ NDA സ്ഥാനാർത്ഥിയായി വന്നതോടെ തിരുവനന്തപുരം കാത്തിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ ലഭിച്ച ഒരു ആവേശത്തിലാണ്, പ്രതീക്ഷയിലാണ് തിരുവനന്തപുരത്തെ വോട്ടർമാരൊക്കെ തന്നെ. സാധാരണ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വോട്ട് ലഭിക്കാത്ത മേഖലയിൽ നിന്നും ഉൾപ്പെടെ നരേന്ദ്രമോദിയിലും രാജീവ് ചന്ദ്രശേഖറിലും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വളരെ വലിയ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും തിരുവനന്തപുരത്തിൻ്റെ ഭാഗ്യം, NDAയുടെ ഏറ്റവും വലിയ അനുഗ്രഹം, ലോകം ആദരിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശകാര്യ നയമൊക്കെ തന്നെ രൂപീകരിക്കുന്നതിൽ നാളിതുവരെ പതിറ്റാണ്ടുകളായി ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഓരോ നിമിഷവും മാറ്റിവെച്ചിട്ടിരിക്കുന്ന നമ്മുടെ അഭിമാനമായിട്ടുള്ള ശ്രീ TP ശ്രീനിവാസ് സാർ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്ത് ഞങ്ങളെ നയിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിനോടുള്ള ഒരിക്കൽ കൂടിയുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് അതിശയമായിരിക്കും ബി.ജെ.പിയിലെ അംഗമല്ലാത്ത ഒരാളുടെ കമ്മിറ്റിയുടെ ചെയർമാനായത് എങ്ങനെയാണ്? എന്നതൊറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മുടെ തിരുവനന്തപുരത്തിന്, നമ്മുടെ കേരളത്തിന്, നമ്മുടെ ഇന്ത്യക്ക്
ഗുണം ചെയ്യാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ സ്ഥാനം ഏറ്റെടുത്തത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പാർട്ടികൾക്കുപരിയായി രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള മാർഗങ്ങളാണ് ഞാൻ നോക്കുന്നത്. ഞാൻ വിദേശകാര്യ സർവീസ് എടുക്കുന്ന കാലത്തെല്ലാം 2 ടെസ്റ്റുകളാണ്. നമ്മൾ എന്ത് തീരുമാനമെടുക്കുമ്പോഴും 2 ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കണം. ഒന്ന് നമുക്ക് മഹാത്മാഗാന്ധി പഠിപ്പിച്ചതാണ്, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നാം കണ്ടിട്ടുള്ള ഏറ്റവും പാവപ്പെട്ട, ഏറ്റവും ദരിദ്രനായ ഒരു ഇന്ത്യക്കാരനെ പറ്റി ചിന്തിക്കുക. എന്നിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ആ ദരിദ്രനായ മനുഷ്യന് വേണ്ടി എന്തെങ്കിലും ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് ആദ്യത്തെ ടെസ്റ്റ്. മഹാത്മാഗാന്ധി ടാലിസ്മാൻ എന്ന് പറഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഒരു പ്രിൻസിപ്പിളായിരുന്നു. ഏത് തീരുമാനമെടുക്കുമ്പോഴും ഏറ്റവും ദരിദ്രരായ, ഏറ്റവും പാവങ്ങളായ ആൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ, ചെയ്യാൻ പറ്റുമോ, ഏത് കാര്യം, ലോകകാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴിപ്പം യുക്രൈൻ യുദ്ധം വരുന്നത് പോലും ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്. രണ്ടാമത്തേത് നാഷണൽ ഇൻട്രസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കണം, അത് വിദേശകാര്യ സർവീസിൽ വളരെ പ്രധാനമാണ്. നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യാനാണല്ലോ നമുക്ക് വിദേശകാര്യ സർവീസ് ഉള്ളത് തന്നെ. പക്ഷെ അവിടെ നിന്ന് അത് നിൽക്കണം എന്നില്ല. ജീവിതകാലം മുഴുവനും എന്തെങ്കിലും തരത്തിൽ നാഷണൽ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കാര്യവും അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു, ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ഓഫ് മോദി ഗവൺമെൻറ്റാണ്. കാരണം 10 വർഷമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള അതിശയകരമായ കാര്യം, ഒരു വിഷൻ തിരുവനന്തപുരത്തിന് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ എന്താണ് മാറ്റം വേണ്ടത്, എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്. എൻ്റെ മനസ്സിൽ കുറേ ഐഡിയാസ് ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ടെക്നോളജി ഹബ്, ഒരു നോളജ് റിസർച്ച് ഹബ്, ടൂറിസം, സ്പോർട്സ്, ബ്ലൂ ഇക്കോണമി, അങ്ങനെ കുറേ ഒരു ഹൈ ലെവൽ ഐഡിയാസ് ഉണ്ട്. ബട്ട് ഞാനിപ്പോൾ ഈ 23-24 ദിവസം ജനങ്ങളെയും എല്ലാം മീറ്റ് ചെയ്തപ്പോൾ എത്രയോ വിഷമങ്ങളുണ്ട്. 5, 8, 10 കൊല്ലമായിട്ട് ഇതിൻ്റെ പരിഹാരം എടുക്കാത്ത വിഷമങ്ങൾ ഇപ്പോൾ ഇങ്ങനെ തുടങ്ങിയപ്പോൾ ഒരു ചെറിയ പ്രോബ്ലം ഇപ്പോൾ ഒരു വലിയ പ്രോബ്ലം ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ടി.പി. ശ്രീനിവാസ് സാറിൻ്റെ ലീഡർഷിപ്പിൽ എന്താണ് എൻ്റെ കമ്മിറ്റ്മെൻറ്റ്, എന്താണ് ജനങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എൻ്റെ അടുത്തുനിന്ന് അടുത്ത 5 കൊല്ലം, ആ ഡോക്യുമെൻ്റ് എല്ലാവരും സജഷൻസ് തരിക. ആ ഡോക്യുമെൻ്റ് ഫൈനലൈസ് ആയിട്ട് അത് ആയിരിക്കും എൻ്റെ ഒരു കോൺട്രാക്ട്. തിരുവനന്തപുരത്തിൻ്റെ ജനങ്ങളെ ഞാൻ ഇത് 5 കൊല്ലത്തിൽ ഞാൻ ചെയ്യും, അത് ചെയ്തേ പറ്റൂ, അത് ചെയ്യാൻ താല്പര്യമുണ്ട്, കഴിവുണ്ടെന്നും പറഞ്ഞിട്ട് ആ ഡോക്യുമെൻ്റ് ആയിരിക്കും എൻ്റെ പെർഫോമൻസിനെ അസസ് ചെയ്യാനൊരു ഡോക്യുമെൻ്റ്. ഞാൻ ആദ്യം 18 കൊല്ലമായിട്ട് MP ആയി, എല്ലാവർക്കും അറിയാം. എല്ലാ ടേമിലും ഞാൻ ആദ്യത്തെ MP ആയിരുന്നു ഈ റിപ്പോർട്ട് കാർഡ് പബ്ലിഷ് ചെയ്യുന്ന MP. ഞാൻ ഇത് കഴിഞ്ഞ 18 കൊല്ലത്തിൽ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാൻ പോകുന്നു. അതുകൊണ്ടാണ് ഈ വിഷൻ ഡോക്യുമെൻ്റ് ഒരു സിറ്റിസൻസിൻ്റെയും ജനങ്ങളുടെ ഒരു ഡോക്യുമെൻ്റായി ഞാൻ ഡെലിവർ ചെയ്യാൻ പോകുന്ന ഒരു ഡോക്യുമെൻ്റ് ആവുമെന്ന് ഞാൻ കരുതുന്നു. വേറൊന്നും പറയാനില്ല. ഇതിൻ്റെ എല്ലാവരും ഈ മെസ്സേജ് എല്ലാവരുടെ അടുത്ത് എത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. അത് ഞാനിപ്പോൾ എല്ലാ ദിവസവും മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, വിഷമങ്ങളെല്ലാം കേൾക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ കേൾക്കുന്നതെല്ലാം ഞാനും ടാബ്ലറ്റ് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി എന്താ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ചെയ്യുന്നുണ്ട്. അത് ആ ഇൻട്രാക്ഷൻ വിൽ കണ്ടിന്യൂ. അത് 25-ാം തീയതി 23-ാം തീയതി വരെ ആ ഇൻട്രാക്ഷൻ കണ്ടിന്യൂ ചെയ്യും. ഈ ഒരു ഡോക്യുമെന്റ് 10 മുതൽ 13-14 വരെ ഒരു ഫൈനലൈസ് ആയ ഒരു ഡോക്യുമെന്റ് ഉണ്ടാവും. എല്ലാവരും കാണാൻ പറ്റുന്ന, വായിക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് ആവും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു നിയോഗമായി മാറിയിട്ടുണ്ട്. അത് ഇനി ഞാൻ ഇപ്പോൾ കാണുന്നതെല്ലാം വളരെ സങ്കടത്തോടാണ് കാണുന്നത്. ഇങ്ങനെ ഒരു നെഗ്ലിജൻസും ഇങ്ങനെ ഒരു ഡിക്ലൈൻ, അതിന് മാറ്റണം.
എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ചെയ്യും. എന്തായാലും BJP വികസന കാഴ്ചപ്പാടിൽ BJPയുടെ വികസന കാഴ്ചപ്പാടിൽ തിരുവനന്തപുരത്തെ കൂടെ ചേർത്ത് നിർത്താനാണ് ശ്രമിക്കുന്നത്. അതിന് എല്ലാവിധ അവസരങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ സാധ്യതകളും അവർ പരിശോധിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. തിരുവനന്തപുരത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിൽ നിന്നും കുമാർ സംയോഗി, തത്വമയി ന്യൂസ്.